അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് സ്വാഗതമാണ്. കുടുംബസംഗമം എന്നത് സാധാരണ നടക്കാറ് ഒരു കുടുംബസംഗമം ആണ്. ഇത് അങ്ങനെയുള്ളൊരു കുടുംബസംഘം അല്ല. ഒരു ഇസ്ലാമിക കുടുംബം എങ്ങനെയായിരിക്കണം എന്ന ഇതിവൃത്തത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമായ ഖുർആനിൻ്റെ വിപുലമായ വിശദീകരണം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കക്ഷിരഹിതമായ, പക്ഷപാതിത്വമില്ലാത്ത, സംഘടനാ പക്ഷപാതിത്വമില്ലാത്ത, എല്ലാവരെയും എല്ലാ അഭിപ്രായങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ ഉദ്ദേശം ഒരു ഖുർആനിക ഭൂമികയിൽ എങ്ങനെയാണ് കുടുംബത്തെ വളർത്തിയെടുക്കേണ്ടത് എന്നതായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ, ഈ ആയത്ത് ഇറങ്ങിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മനുഷ്യസഹജമായി സംഭവിച്ചു പോയ ചെറിയ പാകപ്പിഴവുകൾ, പാകപ്പിഴവുകൾ സംഭവിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്തു തഹരീമിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, അത് പ്രവാചകന് സംഭവിക്കാനുണ്ടായ കാരണം പ്രവാചകൻ്റെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വന്ന ചെറിയൊരു ഈഗോ പ്രശ്നത്തിലാണ് അങ്ങനെ പ്രവാചകന് ചെറിയൊരു അതൊരു പാകപ്പിഴവ് സംഭവിച്ചു. അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടിടപെട്ട് അതിനെ സ്ഫുടം ചെയ്ത്, ആ വിഷയത്തിൽ ഒരു പ്രവാചകനെ സ്ഫുടം ചെയ്ത് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്ന ശിഥിലങ്ങളെ ഒക്കെ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് മാതൃക പ്രവാചകനാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രവാചകനെ മാതൃകയാക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഈ ലോകത്തും പരലോകത്തും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് കാക്കുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തോട്, കുടുംബത്തോട് ഇത് ഖുർആൻ്റെ ആഹ്വാനമാണ്. ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ബഹുമാന്യനായ ഖാലിദ് മൂസ നദ്വി സാഹിബിൻ്റെ ഒരു പ്രൗഢമായൊരു പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. സമയം കുറേ വൈകി ആണ് നമ്മൾ തുടങ്ങുന്നത്. ഈ അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ CA അബ്ദുള്ള കുഞ്ഞിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. പിന്നെ ആളുകൾ എത്തിയിട്ടില്ല. അതിൽ KM അബ്ദുള്ള എത്തിയിട്ടുണ്ട്. പിന്നെ അബ്ദുൽ ഖാദർ ചട്ടഞ്ചാല എത്തിയിട്ടുണ്ട്. പിന്നെ
ഖാദി സി മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ എത്തിയിട്ടില്ല, മുഖ്യ അതിഥി എത്തിയിട്ടില്ല. ഇവിടെ ഉള്ളവരെയും ഇല്ലാത്തവരെയും സാന്നിധ്യത്തിലുള്ളവരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഇവിടെ എത്തിയ സദസ്സിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സഹോദരൻ അബ്ദുള്ള കുഞ്ഞിയെ ആദരവോടെ ക്ഷണിക്കുന്നു.